ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ബഹുമാനായ ഇസ്മായിൽ കരിയാടാണ്. സ്വാതന്ത്ര്യദിനം കഴിഞ്ഞിട്ട് ഒരാഴ്ചകളായി. നമ്മൾ സ്വാതന്ത്ര്യദിനത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളിൽ പല രീതിയിൽ പല ആംഗിളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ളതും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളതൊക്കെ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അത് പൊതു മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളൊരു കാര്യമാണ്, മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിനെ പലപ്പോഴും പല ആളുകളും അവഗണിക്കാൻ ശ്രമിക്കാറുണ്ട്, വെട്ടാൻ ശ്രമിക്കാറുണ്ട്. അത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി തന്നെ വെട്ടൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പാഠപുസ്തകങ്ങളിൽ നിന്നാണെങ്കിലും ചരിത്ര രേഖകളിൽ നിന്നാണെങ്കിലും ഒക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളത് ആവർത്തിച്ച് പറയാറുണ്ട്, ഈ വെട്ടുന്ന കാര്യങ്ങളെ ഇതിങ്ങനെയല്ല എന്ന് പറയാറുണ്ട്. ഈവൻ അബുൽ കലാം ആസാദിൻ്റെ പോലും പേരിനെ പല ഭാഗങ്ങളിൽ നിന്ന് വെട്ടാൻ ശ്രമിക്കുമ്പോൾ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറി, ആ വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്, അതിൽ നിന്ന് മാറി മുസ്ലിങ്ങൾ പോലും ഇപ്പോൾ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങളുണ്ട്. ബഹദൂർ സഫറിൻ്റെ ചരിത്രമുണ്ട്, അബുൽ കലാം ആസാദിൻ്റെ ചരിത്രമുണ്ട്, ടിപ്പു സുൽത്താനി, ഭാര്യംകുന്ന് കുഞ്ഞഹമ്മദ് ഹാജിൻ്റെയും അതല്ലാത്ത ഒരുപാട് ആളുകളുടെയും, ഹസരത്ത് മൊഹാനി ആണെങ്കിലും അങ്ങനത്തെ അനേകം ആളുകളുടെ, മൗലാന മുഹമ്മദ് അലി ജൗഹർ, മൗലാന ഷൗക്കത്ത് അലി പറയാറുണ്ട്, നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്. എന്നാൽ ഇങ്ങനെ പറയുന്ന ആളുകൾ പോലും മനസ്സിലാക്കാത്ത, അതേപോലെ അവരുടെ പോലും ചർച്ചയിലോ പഠനത്തിലോ വരാത്ത മുസ്ലിങ്ങളുടെ ഇടപെടലുകൾ, അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നുണ്ട്. ഇതിൽ പിന്നെ സൗദ് പറഞ്ഞതിലൊരു ചെറിയ ഒരു തിരുത്ത്. ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ ചരിത്രം മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്തായിരുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ്, ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിക്കാനുള്ളൊരു ശ്രമം. അതാണ് ഇപ്പോൾ നമ്മൾ പെട്രോളിയം വകുപ്പിൻ്റെ ഒരു പോസ്റ്റർ കണ്ടല്ലോ, അതിൽ നെഹ്റു ഇല്ല, പട്ടേലില്ല, ഗാന്ധിജി പോലും സവർക്കറുടെ താഴെ. ഇതിൽ പിന്നെ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആദ്യം പറയേണ്ടത്, ലോകത്ത് നടന്ന ഈ കൊളോണിയൽ വൽക്കരണം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ആദ്യം ചർച്ച ചെയ്യുമ്പോഴാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എങ്ങനെയാണ് അധ്വാനിച്ചതെന്ന് മനസ്സിലാവണമെങ്കിൽ ലോകത്തെ കൊളോണിയൽ ചരിത്രം ഒന്ന് പരിശോധിക്കണം. യഥാർത്ഥത്തിൽ കുരിശ് യുദ്ധത്തിൻ്റെ ശേഷം ഈ കൊളോണിയൽ ശക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏഷ്യൻ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ കോളനിവൽക്കരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ ലക്ഷ്യം മുസ്ലിം ഉന്മൂലനമായിരുന്നു. അതിൻ്റെ ശേഷം മുസ്ലിങ്ങൾക്ക് സ്വാധീനമോ അവരുള്ളതോ ആയ നാടുകളെ മുഴുവനും കീഴടക്കുകയും ആ നാടുകളിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയാണ് ആദ്യം ഇന്ത്യയിൽ തന്നെ പറയാം, ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാർ വരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിലല്ല. ബ്രിട്ടീഷുകാർ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇന്ത്യയെ കോളനിവൽക്കരിക്കുന്ന ആദ്യം വന്ന് പോർച്ചുഗീസുകാർ. ആ പോർച്ചുഗീസുകാരുമായിട്ട് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന പോരാട്ടം, അത് മുസ്ലിങ്ങൾ അതിൽ വഹിച്ച പങ്ക് എന്ന് പറഞ്ഞാൽ അന്ന് യുദ്ധരംഗത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പോരാട്ടം എന്നുള്ള അർത്ഥത്തിൽ അതായത് പിന്നെ അന്ന് ഏറ്റവും അനിവാര്യമായ യുദ്ധം കടലിലൂടെയായിരുന്നു, ഈ നാവികസേനയായിരുന്നു. പക്ഷേ ഹൈന്ദവ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് തെറ്റായിരുന്നു. കടലിലൂടെയുള്ളൊരു സംഗതി അവർക്ക് അതുകൊണ്ട് ധാർമ്മികമായി തെറ്റായിരുന്നു, അവരുടെ മതപരമായ ധാരണയിലെ തെറ്റാണ്. അതുകൊണ്ടാണ് കുഞ്ഞാലി മരക്കാറും അതുപോലെ തന്നെ മുസ്ലിം സൈന്യവും നാവികപ്പടയുടെ നേതൃത്വം കൊടുക്കുകയും ഹിന്ദു സഹോദരങ്ങൾ പിന്നെ അവിടെ ഭരണാധികാരികളടക്കം സാമൂതിരി അടക്കമുള്ള ഭരണാധികാരികൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതിങ്ങനെ നീണ്ട ഒരു ചരിത്രമുണ്ട്. ഇത് ഒരു കേരളത്തിൽ മാത്രം നീണ്ടു നിൽക്കുന്നതല്ല, ബംഗാളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്, ബീഹാറിൽ സംഭവിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെയുള്ള ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ, ഒരു വ്യവസ്ഥാപിത ഭരണകൂടം അവിടെ ഉണ്ടായിരുന്നു. കേന്ദ്രീകൃത ഭരണകൂടം ഉത്തരേന്ത്യയിലുണ്ട്, അത് മുഗളന്മാരുടെ ഭരണമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇത്രത്തോളം ഒരു പോരാട്ടത്തിൻ്റെ ആവശ്യം വന്നില്ല. എന്നാലും ചെറുത്തുനിൽപ്പ് അവിടെ നടക്കുന്നുണ്ട് ഇവരുമായിട്ടൊക്കെ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതിൻ്റെ ചെറുത്തുനിൽപ്പ് രക്തപങ്കിലമായൊരു ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ നാട്ടിൽ മരിച്ചു വീണ ആയിരക്കണക്കിന് സഹോദരങ്ങളെ മറന്നുകൊണ്ട് 1857 പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ മാത്രം ചരിത്രം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തോട് ചെയ്യുന്നൊരു ക്രൂരതയാണ്. ഇനി ഈ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ചരിത്രത്തിൽ തന്നെ പലപ്പോഴും പിന്നെ നമ്മൾ ഇതിൻ്റെ ശേഷം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശേഷമുള്ള ചരിത്രമാണ് മിക്കവാറും പറയുന്നത്. ഈ കൂട്ടത്തിൽ പ്ലാസി യുദ്ധം, സിറാജുദ്ദൗളയുമായിട്ട് ബ്രിട്ടീഷുകാർ ആദ്യം നടത്തിയ പ്ലാസി യുദ്ധം യഥാർത്ഥത്തിൽ ആദ്യത്തെ ചെറുത്തുനിൽപ്പ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ചെറുത്തുനിൽപ്പ് നടത്തുന്നത് ബംഗാളിലെ നവാബായ സിറാജുദ്ദൗല. അതിൽ അദ്ദേഹം വഞ്ചനയിലൂടെ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
അതുപോലെ ഇന്ത്യയിൽ ഒരൊറ്റ രാജാവ് മാത്രമേ ബ്രിട്ടീഷുകാരുമായിട്ട് നേർക്ക് നേരെ പോരടിച്ചിട്ട് രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട്. അത് ടിപ്പു സുൽത്താനാണ്. ഇനി പഴശ്ശി രാജയുടെ ചരിത്രത്തിൽ വീരപഴശ്ശി നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. അദ്ദേഹം എന്താണ്, ബ്രിട്ടീഷുകാർ കൊല്ലാൻ പാടില്ല എന്നുള്ളതിന് ആത്മഹത്യ ചെയ്താണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉണ്ണിമൂസ, പഴശ്ശി രാജയുടെ വലങ്കയ്യായി അദ്ദേഹത്തിൻ്റെ സർവ്വസൈന്യാധിപനായി വർക്ക് ചെയ്ത ഉണ്ണിമൂസയെ ചരിത്രത്തിൽ പലപ്പോഴും വിസ്മരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വിഷയം എന്താ പറഞ്ഞാൽ, നേരത്തെ തന്നെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ചരിത്ര രേഖ എന്ന് പറയുന്നത് അവിടെ മുസ്ലിങ്ങളെ ചരിത്രത്തിൽ നിന്ന് അവഗണിച്ചുകൊണ്ട് ഈ ചരിത്രത്തെ മുഴുവനും ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നല്ലോ ബ്രിട്ടീഷുകാരുടെ നയം. അത് ഭിന്നിപ്പിച്ച് ഭരിക്കലിൽ അവർ പരിമിതപ്പെടുത്തിയിട്ടില്ല. കാലാകാലം ഈ രാജ്യം നിലനിൽക്കുന്ന കാലത്തോളം എന്ത് വേണം, അതിഭിന്നത നിലനിൽക്കണം. അതുകൊണ്ടാണ് ഇവിടെയുള്ള ഐക്യത്തിൻ്റെ, ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഒരു മഹനീയമായ ചരിത്രമുണ്ട്. അത് ബ്രിട്ടീഷ് ചരിത്രരേഖകളിൽ പലപ്പോഴും എവിടെയും കാണാനില്ല. എന്തുകൊണ്ട് കാണാനില്ല എന്ന് വെച്ചാൽ ആ ചരിത്രം ഇവിടെ നിലനിൽക്കാൻ പാടില്ല. അതിൻ്റെ പിൻതലമുറക്കാരാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതാണ് വസ്തുത. ഇന്ത്യയിൽ അധിനിവേശം നടത്തി 200 കൊല്ലം ഭരിച്ച ബ്രിട്ടീഷുകാരുടെ പിൻതലമുറയാണ് ഇന്നത്തെ ചെയ്ത അതേ കാര്യങ്ങൾ ഇന്ന് ഇവർ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ ഒരു അവർ അന്ന് ചെയ്തു വെച്ചതിന്റെ ആ ഭിന്നതയുടെ, ആ വെറുപ്പിന്റെ, ഒരു വിഭജനത്തിന്റെ ഗുണഭോക്താക്കളാണ്. അതോടൊപ്പം എന്ത് ചെയ്യണം, ഈ ഭിന്നത അവർക്ക് നിലനിൽക്കണം. ഈ ഭിന്നത ഇല്ലാതായാൽ അന്ന് സംഘപരിവാർ ശക്തി ഇന്ത്യയിൽ അവസാനിച്ചു. ഈ ചരിത്രം എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിസ്മരിക്കപ്പെട്ട ചരിത്രം എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞതിലപ്പുറം നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് യുദ്ധങ്ങളോ പോരാട്ടങ്ങളോ ഒക്കെ അതിലെന്താ പ്രശ്നം വെച്ചാൽ, ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർ നടത്തിയ കുറേ പോരാട്ടങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ വഹാബി പ്രസ്ഥാനം എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച ഒരു മൂവ്മെന്റ്, അഹമ്മദ് ഷഹീദിന്റെ വഹാബി, യഥാർത്ഥത്തിൽ വഹാബി മൂവ്മെന്റ് അല്ല കേട്ടോ, അങ്ങനെ ഒരു വഹാബി എന്ന അങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. ആ പേരുമായിട്ട് ഒരു ബന്ധമില്ല. സയ്യിദ് അഹമ്മദ് ഷഹീദാണ് അതിൻ്റെ നേതാവ്. സയ്യിദ് അഹമ്മദ് ഷഹീദ് പിന്നെ ഇന്ത്യയിൽ വരുമ്പോൾ, അദ്ദേഹം പുറത്തുനിന്ന് വന്ന ആളാണ്, സൗദിക്കാരനാണ്. അയാൾ ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ നരനായട്ടാണ്. ഒരു ഭാഗത്ത്, പ്രത്യേകിച്ച് ഔദ് പ്രദേശത്ത്, അതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിന്നെ ഇതുണ്ടല്ലോ ഫൈസാബാദ്, ആ ഉത്തരേന്ത്യയിലെ ആ ഭാഗങ്ങളിൽ ഇദ്ദേഹം കാണുന്നത് ക്രൂരമായ ആക്രമം സാധാരണക്കാർക്ക്. അതുപോലെ ബംഗാളിലെ പട്ടിണി ഉണ്ടല്ലോ, 1870-കളിൽ ബംഗാളിലുണ്ടായിട്ടുള്ള രൂക്ഷമായ പട്ടിണി. ഈ പട്ടിണി എന്താ പറഞ്ഞാൽ, അവിടെ ഗോഡൗണുകളിൽ ടൺ കണക്കിന് ഗോതമ്പും അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ കെട്ടിക്കിടക്കുക. അമർത്യ സെൻ അത് വിശദീകരിക്കുന്നുണ്ട്. അതിൽ അതേ സമയത്താണ് ഭക്ഷണം കിട്ടാതെ, ഇന്ന് നമ്മൾ ഫലസ്തീനിൽ കാണുന്ന രൂപത്തിൽ അന്നം കിട്ടാതെ ആളുകൾ പടഞ്ഞു വിരിക്കുന്നത്. ഇത് കണ്ടാണ് അഹമ്മദ് ഷഹീദ് എത്തിയെന്ന് പോരാട്ടത്തിനിറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ സായുധ പോരാട്ടമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ശക്തമായ സായുധ പോരാട്ടം തന്നെ. ഇത് ബംഗാളിൽ നമ്മൾ കാണുന്നുണ്ട്. അഹമ്മദ് ഷഹീദിൻ്റെ പിന്തുടർച്ചക്കാരായ പണ്ഡിതന്മാർ. ഇതുപോലെ ഉത്തരേന്ത്യയിൽ ധാരാളം മുസ്ലിം പണ്ഡിതന്മാരുടെ ചരിത്രം കാണാം. ഇത് കേരളത്തിൽ നമുക്ക് വ്യാപകമായിട്ട് പ്രചാരത്തിലുള്ള ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. ഉമർ ഖാലിയെ പോലെ. ഒരുപക്ഷെ മഹാത്മാഗാന്ധി അത് ചരിത്രത്തിൽ പലപ്പോഴും പറയാത്തൊരു സംഗതിയാണ്. മഹാത്മാഗാന്ധി നികുതി നിഷേധ പ്രസ്ഥാനം തുടങ്ങുന്നത് വളരെ അടുത്ത കാലത്താണ്. അതിൻ്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉമർ ഖാലി എന്ത് ചെയ്യുന്നുണ്ട്, നികുതി നിഷേധിച്ചു എന്ന് മാത്രമല്ല ഒരു ഭരണം നടത്തുന്നുണ്ട്. അത് പലപ്പോഴും വിസ്മരിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഈ 857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുമ്പുള്ള ചരിത്രം മുഴുവൻ മഹാഭൂരിപക്ഷവും ഒന്നുകിൽ ആദിവാസികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ, ഇവരുടേതാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഉടനീളം അത് മുഴുവൻ വിസ്മരിക്കപ്പെട്ടു പോയി. അതുപോലെ ഈ ബക്സാർ യുദ്ധം പോലത്തെ ചരിത്രങ്ങളും പലപ്പോഴും അവഗണിക്കാറുണ്ട്. അതെ, ബക്സാർ യുദ്ധത്തിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പിന്നെ എന്താണ്, ബംഗാളിലെ യുദ്ധമാണ്. അതിൽ എന്ത് ചെയ്തു, സിറാജുദ്ദൗലയെ പരാജയപ്പെടുത്തി. അപ്പോൾ വീണ്ടും 3 പേര് കൂടിയിട്ട് ഒന്നിച്ച് ഇവർക്കെതിരായിട്ട് പോരാട്ടം നടത്തിയതാണ്. ആ പോരാട്ടം നടത്തിയിൽ അതിലും എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ വിജയിച്ചു. ബ്രിട്ടീഷുകാർ വിജയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ മേഖലയുടെയും അധികാരം ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് സിസ്റ്റം അവരുടേതായി മാറി. അതിൻ്റെ ശേഷമാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. ആയുധങ്ങളില്ല, അതുപോലെ തന്നെ സംവിധാനങ്ങളില്ല, ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ കുറവാണല്ലോ. ആ ഒരു അവസ്ഥയിൽ വൻ പരാജയമാണെന്ന് ബക്സാർ യുദ്ധത്തിലാണെങ്കിലും പ്ലാസി യുദ്ധത്തിലാണെങ്കിലും
അന്നത്തെ ഇന്ത്യയിലെ ജനതക്ക്, അങ്ങനെ തന്നെ പറയണം, മുസ്ലിങ്ങൾ മാത്രമല്ല. പിന്നെ ഇതിൽ വേറൊന്നുണ്ട് കേട്ടോ, നമ്മൾ പറഞ്ഞു മുസ്ലിങ്ങൾ നയിച്ച കുറേ യുദ്ധമുണ്ട് തോന്നുന്നു. ഇതൊന്നും ആരല്ല, മുസ്ലിങ്ങൾ ഒറ്റക്കല്ല. മുസ്ലിങ്ങൾ ഇവിടെ നയിച്ചിട്ടുള്ള എല്ലാ മൂവ്മെൻറ്റുകളും ഇവിടെയുള്ള പൊതുസമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമാണ്. അവരുടെ കൂടെ പിന്തുണയോടെയും സഹകരണത്തോടു കൂടിയാണ്. സ്വാഭാവിക ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇതായി? അന്ന് നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് എന്തായി, മുസ്ലിങ്ങൾ നേതൃത്വത്തിൽ വരികയും മറ്റുള്ളവരുടെ പിന്തുണയോടുകൂടി ഇത് നടന്നു. പക്ഷേ ഈ ചരിത്രം മുഴുവൻ എന്ത് ചെയ്യണം, വിസ്മരിക്കപ്പെടുക. ഇത് രണ്ടുപേരും, ഒന്ന് ഈ ചരിത്രം വിസ്മരിക്കപ്പെടുന്നു എന്നുള്ളതിനൊപ്പം തന്നെ ഈ ചരിത്രങ്ങൾ പലപ്പോഴും വർഗീയമായി അവതരിപ്പിക്കപ്പെടുന്നു. മലബാർ സമരം പോലും നമുക്കറിയാം, അത് സാധാരണ ചർച്ച ചെയ്യാനുള്ള വിഷയമാണ്. വളരെ വ്യക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തെ, പക്ഷേ അന്നു മുതൽ ഇന്ന് വരെയും അതിന് വർഗീയമായൊരു ചാപ്പ, മലബാർ കലാപം എന്നോ ലഹള എന്നോ ഉള്ള വാക്കിനോ പ്രയോഗത്തിനോ അപ്പുറം അതിനെ പറയാറില്ല ആ സമരത്തെ. അപ്പോൾ ഇത്തരത്തിൽ ഇതൊരു വർഗീയവൽക്കരിക്കപ്പെടാൻ, അല്ലെങ്കിൽ ഇത്തരം ഒരു ചരിത്രവും സംഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വർഗീയവൽക്കരിക്കപ്പെടാനുള്ള ഒരു കാരണം എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല യഥാർത്ഥത്തിൽ അതെന്തിനായിരുന്നു? ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. ഇവിടെ വർഗീയവൽക്കരിക്കുന്നതിൻ്റെ രൂപമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിലെ മുസ്ലിം പങ്കാളിത്തം എവിടെയും പറയാറില്ലല്ലോ. യഥാർത്ഥത്തിൽ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയും നടത്തിയൊരു കലാപമായിരുന്നു ജാലിയൻ വാലാബാഗ്. പിന്നെ അതിലെ അധ്യക്ഷനാരാ? ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൗണ്ടിൽ 5000-ഓളം ആളുകൾ കൂടി നിന്നിട്ടുള്ള വലിയൊരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ എന്തില്ല, അധ്യക്ഷനില്ല. അധ്യക്ഷൻ എന്ന് പറയുന്നത് സൈഫുദ്ദീൻ കിച്ചിലു എന്ന് പറയുന്ന അതൊരു മുസ്ലിം പണ്ഡിതൻ കൂടിയാണ്. അന്നത്തെ പഞ്ചാബ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സൈഫുദ്ദീൻ കിച്ചിലുവിൻ്റെ ഫോട്ടോ ആണ് ആ ജാലിയൻ വാലാബാഗ് സമ്മേളനത്തിലെ അധ്യക്ഷൻ. കാരണം എന്താ അറിയോ, ഈ ആളുകളെ, അന്നത്തെ കുറേ മുസ്ലിം പണ്ഡിതന്മാരെ ഇവർ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ശരിക്ക് ജാലിയൻ വാലാബാഗ് സമ്മേളനം നടക്കുന്നത്. അവിടെയാണ് ബ്രിട്ടീഷുകാർ വന്നിട്ട് കൂട്ടക്കൊല നടത്തുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മുസ്ലിങ്ങൾ പങ്കാളികളായ എല്ലായിടത്തും ഇന്നുണ്ട് ഈ ഒരു ഐക്യത്തിൻ്റെ ചരിത്രമുണ്ട്. പക്ഷെ ഇതെന്തുകൊണ്ട് വർഗീയവൽക്കരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായും ഇവിടെ ഒരു സമാധാനം നിലനിന്ന് ഇന്ത്യ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യ അന്നുള്ള അതേപോലെ വിഭജനം നടന്നില്ല. ഇന്ത്യ അതേപോലെ നിൽക്കുകയാണ്. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തി ആരായിരിക്കും? ഒരു സംശയമില്ല, അത് ഇന്ത്യയായിരിക്കും. കാരണം ഒരു ഭാഗത്ത് ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങൾ നടക്കുന്ന പാകിസ്ഥാൻ, മറുഭാഗത്ത് നല്ല ബുദ്ധിജീവികളായ നേതാക്കളുള്ള ഇന്ത്യ. ഇതൊക്കെ കൂടിയാൽ എത്ര തകർത്ത് തരിപ്പണാക്കിയിട്ടാണ് അവർ വിട്ടതെങ്കിലും ഇന്ത്യ ലോകത്തൊന്നാം ശക്തിയാവുമായിരുന്നു. അതിന് ഇവർ കണ്ട വഴി ഒന്നേ ഉള്ളൂ, ഇവിടുത്തെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കണം. ഇത് ചരിത്രത്തിൽ പക്ഷെ വേറൊന്നുണ്ട്. നേരത്തെ ഈ അവഗണന കുറഞ്ഞ രൂപത്തിലേ ഉണ്ടായിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, അബുൽ കലാം ആസാദിനെ അംഗീകരിക്കാത്ത, ഖാൻ അബ്ദുൽ ഖാദർ ഗഫാർ ഖാനെ അംഗീകരിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എന്താ, അതുകൂടി നശിപ്പിച്ചെങ്കിലേ തങ്ങളുടെ അധികാരം നിലനിർത്തും. അധികാരമോഹം മാത്രമാണ് ചരിത്രത്തെ ഇത്രത്തോളം വർഗീയവൽക്കരിക്കാനുള്ള കാരണം. അല്ലാതെ പിന്നെ വേറൊന്ന്, പലപ്പോഴും ഇന്ത്യ ചരിത്രങ്ങളെ വായിച്ചു നോക്കുക, ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ചരിത്രം വായിച്ചു നോക്കുമ്പോൾ, നേരത്തെ മുഗളന്മാർ ഇന്ത്യയിൽ അധിനിവേശം നടത്തി, ഗോറികൾ അധിനിവേശം നടത്തി, അതുപോലെ തന്നെ മുസ്ലിം ഭരണാധികാരികൾ അധിനിവേശം നടത്തി ഇതൊന്നും അധിനിവേശമല്ലല്ലോ. ഉറുദു ഭാഷ എങ്ങനെ ഉണ്ടാകുന്നത്? ഉറുദു ഭാഷ ഉണ്ടാകുന്ന പേർഷ്യക്കാരായ ആളുകളുടെ വന്നു, അവർ ഈ നാട്ടിലെ ആളുകളായി, ഈ നാട്ടിൽ സംസാരിക്കാനുണ്ടാക്കുന്ന ഭാഷയാണ് ഉറുദു. ഹിന്ദി കൂട്ടിയിട്ട്, അതുപോലെ സിന്ധ്, പഞ്ചാബി, ഈ ഭാഷകളൊക്കെ വിദേശത്ത് നിന്ന് വന്ന മുസ്ലിം രാജാക്കന്മാർ ഈ രാജ്യവും ഇഴകിച്ചേർന്ന്, ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ ഒരു ഭാഷയില്ലല്ലോ, ഫ്രഞ്ചുകാർക്ക് അങ്ങനെ ഒരു ഭാഷയില്ലല്ലോ. അതാണ് അധിനിവേശത്തിന്റെ പ്രത്യേകത. അതെ, അധിനിവേശം എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ ഒന്നും ഒരു സംഭാവന ഇല്ല, ഇവിടെ നിന്നും പരമാവധി കൊണ്ടുപോകാന്നുള്ളത്. എന്നാൽ മുസ്ലിങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. പക്ഷേ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ചരിത്രത്തിൽ രേഖപ്പെടുത്തി എന്താ, ആദ്യം മുസ്ലിം അധിനിവേശം നടന്നു, അതിന് ശേഷം ഡച്ച് അധിനിവേശം നടന്നു, പോർച്ചുഗീസ് അധിനിവേശം നടന്നു. എല്ലാം അധിനിവേശമായിട്ട് ഇവർ ഈ ചെയ്ത തിന്മകൾ മുഴുവൻ മുസ്ലിങ്ങൾ ചെയ്ത ചില കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് പറയണം. ഇനി ഇതിൽ ഒന്നുകൂടി ഉണ്ട്, ഇതിൽ പലപ്പോഴും ചരിത്രത്തിൽ മറന്നു പോകുന്നൊരു പ്രശ്നമാണ്. മുസ്ലിം അധിനിവേശം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒന്നാമത്തേതാ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവാണ്. ഇത് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെതാണെങ്കിലും, അതുപോലെ തന്നെ ഗോറികളാണെങ്കിലും, ഗസനവികളാണെങ്കിലും, മുഗളന്മാരാണെങ്കിലും, ഇവരാരും ഈ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരല്ല.
ഇപ്പോൾ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ തുടക്കം അത് ഇന്ത്യയിലേക്ക് വരാൻ കാരണം സാധാരണ പറയൽ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്തു, അക്രമത്തോടുകൂടി കടന്നു വന്നു. പലരും തെറ്റിദ്ധാരണയിൽ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഹജ്ജാജ് ബിൻ യൂസുഫ് പിന്നെ ഇറാഖിലെ ഗവർണറാകുന്ന സമയത്ത് മുസ്ലിം ഭരണാധികാരികൾക്ക് അക്കാലത്തുള്ളൊരു പ്രത്യേകത, അവർ ബഹുസ്വര സമൂഹമായിട്ട് വളരെ സൗഹൃദത്തിലുണ്ടായിരുന്നവരാണ്. ശ്രീലങ്കയിലെ രാജാവും ഹജ്ജാജ് ബിൻ യൂസുഫും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പേരിൽ ഒരു വലിയ സമ്മാനങ്ങളുമായിട്ട് കപ്പൽ പോവാണ്. അതിൻ്റെ കൂടെ ഹജ്ജിന് പോകുന്ന ഒരു കപ്പലും. ഈ കപ്പൽ സിന്ധിൽ വെച്ച് എന്ത് ചെയ്തു, ഇന്ത്യയിലെ ഭരണാധികാരികൾ ആക്രമിച്ചു ഹജ്ജാജികളെ മുഴുവൻ തടവിലാക്കി. ഇപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫ് സിന്ധിലെ ഭരണാധികാരിയോട് ഇവരെ വിട്ടയക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പറ്റില്ല, വിട്ടയച്ചില്ല. സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാകുക, ആക്രമിക്കുമല്ലോ. അതാണ് തൻ്റെ ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ മകളുടെ ഭർത്താവാണ് ഈ മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്നത്. 18 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അയാളുടെ നേതൃത്വത്തിൽ സൈന്യത്തെ അയക്കുന്നു, ഈ ഭരണകൂടത്തെ ആക്രമിക്കുന്നു. ഇവിടെ ഭരണം, അതിലൊരു പ്രത്യേകത ഉണ്ട്. അത് ആ പ്രത്യേക സംഭവത്തിനുണ്ടായ പ്രതികാര നടപടിയാണ്. പക്ഷെ ആ സമയത്ത് ഇവരിവിടെ വരുന്ന സമയത്ത് എന്താ, ഈ ഭരണകൂടത്തോട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ മതക്കാരും ശക്തമായ വിയോജിപ്പുള്ള ആളുകളായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വന്ന ആളുകൾക്ക് ഇവിടെ ഭരണകൂടം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ജനങ്ങളുടെ സഹകരണത്തോടുകൂടി സ്ഥാപിക്കാൻ കഴിഞ്ഞു. അത് മറ്റു പല സ്പെയിനിലടക്കം ഉണ്ടായതുപോലെ ഇവിടെയും ഉണ്ടായി. പക്ഷെ ഇതിനെ കാണുന്ന എങ്ങനെയാ, മുഹമ്മദ് ബിൻ ഖാസിമിന്റെ സിന്ധാക്രമണം കേട്ടാ വിചാരിക്കുക ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്ന്. ഈ തെറ്റായ ഒരു നരേറ്റീവ് ചരിത്രത്തിൻ്റെ ഉടനീളം, ഇന്ത്യ ചരിത്രത്തിലുടനീളം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോൾ തന്ന വലിയൊരു സമ്മാനം ഇതാണ്. ഇത് ഈ ബ്രിട്ടീഷുകാരുടെ ചരിത്ര രചന എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇത്തരത്തിൽ വർഗീയവൽക്കരിച്ചിട്ടും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഇടപെടലുകളെ മാറ്റിവെച്ചിട്ടും അതിനെ പുകമറയിലാക്കിയും അതിന് പൊതിഞ്ഞ് അവതരിപ്പിച്ചിട്ടൊക്കെയാണല്ലോ. അപ്പോൾ ഈ ചരിത്രരചന ശരിക്കും നമ്മളുടെ ഇന്നത്തെ നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കുന്ന ചരിത്രത്തിലും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്വാധീനം അത് ഇങ്ങനെ വേർപെടുത്താൻ പറ്റാത്ത വിധം അതിങ്ങനെ ഇടകലർന്ന് കിടക്കണല്ലോ. ആ സ്വാധീനം എത്തരത്തിലാണ് ഇന്ത്യയുടെ പൊതുബോധത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും ഒരു ഇപ്പം എന്തിനാ ഈ ചരിത്രത്തിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത്? സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ടിപ്പു സുൽത്താൻ്റെ ചരിത്രം മാറ്റിവെച്ചു, മുഗളന്മാരുടെ ചരിത്രം മാറ്റിവെച്ചു. എന്തിനാ മാറ്റിവെക്കുന്നത്? ഈ ചരിത്രം കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നൊരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ സൗഹൃദ അന്തരീക്ഷം എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ഉണ്ടാവാൻ പാടില്ല. ഈ സ്വാധീനം സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ ഉണ്ടായി. അതിനെ കുറച്ചുകൂടി തീവ്രമാക്കണം. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഈ ഫാസിസ്റ്റ് ഭരണകൂടം വരാനുണ്ടായ യഥാർത്ഥ കാരണം എന്താ? ബാബരി മസ്ജിദിന്റെ ഒരു ധ്വംസനം മാത്രമല്ലല്ലോ, അതിന്റെ മുമ്പ് മഹാഭാരതം എന്ന് പറയുന്ന സീരിയലിവിടെ അതാണ് ശരിക്കും സ്വാധീനിച്ച്. എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു അക്രമ ഭരണകൂടത്തിനും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ഫാസിസ്റ്റുകളെ സംബന്ധിച്ച് ജനങ്ങൾ മുഴുവൻ ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു പ്രത്യേക സമുദായത്തിനെ എതിരായി കാണാനുള്ളവർക്ക് വേണ്ടത്. അത്തരത്തിലൊരു കാഴ്ച ഉണ്ടാകണമെങ്കിൽ ചരിത്രത്തിലെ വക്രീകരണം, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചരിത്രം നേർക്ക് നേരെ പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ ഒരു വിഭാഗീയ ഭരണകൂടത്തിന് അധികാരത്തിൽ വരാൻ കഴിയില്ല. കാരണം അത് ഇന്ത്യക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. കാരണം അത് ഇന്ത്യയെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ പറയുന്നൊരു കാര്യം ഈ സംസ്കാരങ്ങളുടെ മ്യൂസിയം എന്നാണ്. വിവിധ സംസ്കാരങ്ങൾ ഏകോപിച്ച് നിൽക്കുന്ന ഒരു മ്യൂസിയമാണ് ഇന്ത്യ. അവിടെ ഒരു വിഭാഗീയ ഭരണകൂടത്തിന് അധികാരത്തിൽ വരണമെങ്കിൽ ഈ ചരിത്രത്തെ മുഴുവൻ ഒന്നുകിലും മറപ്പിച്ച് കളയണം, അല്ലെങ്കിൽ തെറ്റായി അതിനെ വ്യാഖ്യാനിക്കണം. ഇതാണ് കാലാകാലങ്ങളിൽ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ ഇവിടെ നിർവഹിച്ചത്. അതിന് പക്ഷെ ഒരു അബദ്ധമുള്ളത്, ഈ സെക്യുലർ ഭരണകൂടങ്ങൾ പലപ്പോഴും മുൻകാലങ്ങളിൽ ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തു. ഞാനടുത്ത് ചോദിക്കാതിരിക്കുന്നതായിരുന്നു, ഇന്ത്യയുടെ ഇൻസൈഡേഴ്സ് ചരിത്രരചനയിലും മറ്റു പോരാട്ടങ്ങളിലൊക്കെ വഹിച്ചൊരു പിന്നിൽ നിന്ന് കുത്തുന്നൊരു സ്വഭാവത്തിൻ്റെ ഉദാഹരണങ്ങളായിരുന്നു. അല്ല, ഇതെന്തറിയോ, ചരിത്ര രചനയിലോ ഇതിൽ മാത്രമല്ല, സംഭവങ്ങളിൽ ഇത് കാണാം. നമ്മൾ നേരത്തെ സംസാരിച്ച 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ലീഡർ ആരാ? ബഹദൂർ ഷാ സഫറാണ്. അദ്ദേഹത്തിന് 80 വയസ്സിന്റെ മേലെ 82 വയസ്സ് പ്രായമുണ്ട്. അയാള് പ്ലാസി യുദ്ധത്തിന്റെയും ബക്സാർ യുദ്ധത്തിന്റെയും ഒക്കെ ശേഷം നവാബുമാർ മുഴുവൻ ഇല്ലാതായി, അധികാരങ്ങളും വളരെ പരിമിതമായി. പക്ഷെ അപ്പോഴും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തോട് എന്ത് ചെയ്യുന്നു,
ബഹുമാനത്തോടുകൂടിയാണ് സംസാരിക്കാറുള്ളത്. രാജാവ് എന്നുള്ള പരിഗണന എല്ലാം കൊടുത്തുകൊണ്ട് ഇയാളാണെങ്കിൽ ഈ കവിത രചനയും മുഷാറയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു സാഹിത്യരംഗത്ത് ജീവിതത്തെ മാറ്റിയൊരു മനുഷ്യൻ. ആ സമയത്താണ് മീററ്റിൽ നിന്നും അതുപോലെ തന്നെ ഔദിൽ നിന്നും ആ ഭാഗത്തു നിന്നൊക്കെ എന്ത് ചെയ്യുന്നത്, ശിപായികൾ ഡൽഹിയിലേക്ക് വരുന്നത്. ഡൽഹിയിൽ വന്ന് ബഹദൂർ ഷാ സഫറിൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് പറയുന്നത്, ഞങ്ങളിങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച പട്ടാളക്കാരാണ്, നിങ്ങളിതിന് നേതൃത്വം കൊടുക്കണം. സ്വാഭാവികമായിട്ട് തൻ്റെ നാട്ടിലുള്ള ആളുകൾ വന്നിട്ട് പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഏറ്റെടുത്തു, നേതൃത്വം ഏറ്റെടുത്തു. നല്ല സമരം നടന്നു, അതിശക്തമായ സമരം നടന്നു. അതിൻ്റെ ചരിത്രം എന്താണെന്ന് പറഞ്ഞാൽ, ഡൽഹിയിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറി. അത്രമേൽ രൂക്ഷമായ സമരം എല്ലായിടത്തും. പക്ഷേ ഇതിൻ്റെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ നമ്മൾ പറയും ഭയങ്കര സംഭവം ഇരിക്കണ്ട. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ജനകീയ പിന്തുണ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. ഇവരും ശിപായികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പിന്നെ ബ്രിട്ടീഷുകാരുടെ ഇതിലുള്ള ഇന്ത്യൻ പട്ടാളക്കാർ, ഈ പട്ടാളക്കാരും വളരെ കുറഞ്ഞ പ്രദേശത്ത്, ആ പ്രദേശത്തുള്ള ജനകീയ പിന്തുണ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു അലയൊലിയൊന്നും കേരളത്തിലോ ബംഗാൾ പിന്നെ തമിഴ്നാട്ടിലോ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യ എന്ന് പറയുന്നത് മുഴുവൻ ഭൂപ്രദേശം എടുക്കുമ്പോൾ വലിയൊരു സംഭവം അല്ല. എന്നിട്ട് ഈ ബഹദൂർ ഷാ സഫർ ഇതിന് പിന്തുണ കൊടുത്ത് ഡൽഹിയിൽ നിന്ന് ഇവരൊക്കെ പിന്മാറി. അതിൻ്റെ ശേഷം സംഭവിക്കുന്നത് അറിയോ, ഒരു ശത്രു ഇല്ലാതായപ്പോൾ പിന്നീട് കാണുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുക ആളുകൾ കൊള്ളക്കാരായി മാറുകയാണ്. കൊള്ളക്കാരായി മാറി സാധാരണക്കാരെന്ത് ചെയ്തു, ഇതിനെതിരായി, ഈ രാജാവിന് പോലും എതിരായി മാറി. ആ സമയത്താണ് ബ്രിട്ടീഷുകാർ വീണ്ടും തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യുന്നത്, അവരെ നശിപ്പിച്ച് മാത്രമല്ല ഇയാളെ റങ്കൂണിലേക്ക് ബർമയിലേക്ക് നാട് കടത്തി, ബഹദൂർ ഷാ സഫറിനെ. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താ, ഒരു വഞ്ചനയായിരുന്നു. ഇത് സംഭവങ്ങളിൽ പോലും ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒന്ന് പറഞ്ഞാൽ വളരെ സെക്യുലറായി പറയുകയും സെക്യുലറായി ചിന്തിക്കുകയും ചെയ്ത ഇതാണ് നെഹ്റുവിൻ്റെ കാലം. നെഹ്റുവിൻ്റെ കാലത്ത് പോലും ഈ മുസ്ലിം ചരിത്രത്തെ അവഗണിക്കുന്നൊരു സ്വഭാവം അതുണ്ടായിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇടതുപക്ഷ ചരിത്രകാരന്മാർക്ക് പോലും, നമ്മൾ സെക്യുലറിസത്തിൽ പ്രത്യേകിച്ച് ചരിത്രരചനയിലൊക്കെ KN പണിക്കരെ പോലെയുള്ള അവരെയൊക്കെയാണ് നമ്മൾ ഏറ്റവും വിശ്വസിച്ചിരുന്നത്. അവരുടെ രചനകളിൽ പോലും പലയിടത്തും എന്തില്ല. ഞാൻ ഉദാഹരണത്തിന് പറയാം, സഖാ VN ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പുസ്തകമുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നിട്ട് വിശദമായി വായിച്ചു നോക്കിയാൽ എവിടെയും ഒരു മതസമൂഹം എന്ന നിലയിൽ മുസ്ലിങ്ങൾ നടത്തിയ പോരാട്ടത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇപ്പം മലബാർ സമരമാണെങ്കിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നടന്ന അതേ സ്ഥാനത്ത് പിന്നെ ഒറീസയിൽ നടന്ന ഇവരുടെ ചരിത്രമുണ്ട്, അവരുടെ പിന്നോക്ക ജാതിക്കാരായ ആദിവാസികൾ നടത്തിയ ചരിത്രം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സമുദായം എന്ന നിലയിൽ മുസ്ലിം സമുദായം ഇവിടെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം EMSൻ്റെ പോലും ചരിത്ര രചനയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എത്രയായാലും സെക്യുലർ സമൂഹത്തിൽ നിന്ന് പോലും ഈ ഒരു അവഗണന, ചരിത്ര രംഗത്ത് ഈ ഒരു അവഗണന ഉണ്ടായിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇവിടെ EMSൻ്റെ ചരിത്ര രചനയിൽ പോലും ഒരു സമുദായം എന്നുള്ള അർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും അത് മുസ്ലിങ്ങളൊരു മതപരമായി തന്നെ മോട്ടിവേറ്റഡ് ആണ് നമുക്ക് കാണാൻ കഴിയുമല്ലോ ഈ സ്വാതന്ത്ര്യ സമരത്തിന്. അതുകൊണ്ട് അവരുടെ മതപരമായിട്ടുള്ള മോട്ടിവേഷൻ തകർക്കാൻ വേണ്ടി മതപരമായി പോലും ബ്രിട്ടീഷുകാർ ഇടപെട്ടതായും മതപരമായി പോലും ഫത്വകൾ ചില ആളുകളെ കൊണ്ട് ഇറക്കിപ്പിച്ചതായും, ഈവൻ ഖാദിയാനിയെ പോലും, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ പോലും ഇത്തരത്തിൽ മതപരമായ ഒരു പിന്നോട്ട് വലിക്കലും അത്രയും പ്രയാസം മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയതുകൊണ്ടാണല്ലോ ഈ ഇത്തരത്തിലുള്ള നടപടികൾ അവർ ചെയ്യുന്നത്. വേറൊരാൾക്കെതിരെയും ഇങ്ങനെ വേറൊരു മതസമൂഹത്തിലും ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. അപ്പം അത്തരം ഒരു മോട്ടിവേഷൻ അതിനെ പലപ്പോഴും അവഗണിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെങ്ങനെയാണ് സിംപ്ലി നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റുക ഇത്തരത്തിൽ ചരിത്രത്തിൽ എന്ന് പറഞ്ഞാലേ, പിന്നെ അതിനെ ഞാൻ ആദ്യം പറഞ്ഞത്, ഈ അധിനിവേശം എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കലായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ എന്താണ്, അവരുടെ മതപരമായ ബാധ്യതയായിട്ട് ഇത് ഏറ്റെടുത്തു. രണ്ട്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു വിശ്വാസമുണ്ട്. രാജ്യസ്നേഹം എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയമായ ആയുധമല്ല മുസ്ലിങ്ങൾക്ക്, മറിച്ച് അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവനവൻ ജീവിക്കുന്ന നാടിനെ സ്നേഹിക്കുക എന്നത് ഖുർആൻ പറഞ്ഞു തന്ന, പ്രവാചകൻ പറഞ്ഞു തന്ന ഒരു മതപരമായ വിഷയമാണ്. അത് ഈ രണ്ട് വിഷയം വെച്ചുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മറ്റ് മതങ്ങളിലെ, അത് കുറ്റപ്പെടുത്തില്ല കേട്ടോ, മറ്റ് മതങ്ങളിലെ ആളുകൾ ഒരുപാട് സംഭാവന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ പണ്ഡിതന്മാരെ കാണുന്നില്ലല്ലോ. ഹിന്ദു പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ ക്രൈസ്തവ പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്ത, അങ്ങനെ കാണുന്നില്ല. പക്ഷെ ഇവിടെ എന്താ, മുസ്ലിം പണ്ഡിതന്മാരാണ് മുമ്പിൽ. അതിന് കാരണം എന്ന് വെച്ചാൽ ഇത് മതപരമായ ഒരു കർമ്മമായിട്ട് അവരെ ഏറ്റെടുത്തു, ഒരു ഇബാദത്തായിട്ട്.
ഒരു ആരാധനാ കർമ്മമായിട്ടാണ് രാജ്യത്തിൻ്റെ സംരക്ഷണം എന്നുള്ളത് അവരേറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഇന്ത്യയുടെ സംരക്ഷണം എന്ന് പറയുന്നത് കേവലം അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമല്ല. മറ്റു പലർക്കും അങ്ങനെയാണ്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സത്യതാണ്, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഇന്ത്യ വിഭജനത്തിനെതിരായിരുന്നു. നിർബന്ധിതാവസ്ഥയിൽ ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഉള്ള സ്വത്ത് മുഴുവൻ ഇട്ടേച്ചിട്ട് പോകേണ്ടി വന്ന ആയിരക്കണക്കിന് ആളുണ്ട്. അവർ ഇന്ത്യ വിടാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടവരല്ല, ഇന്ത്യ വിഭജിക്കാൻ ഇഷ്ടപ്പെട്ടവരല്ല, ഇന്ത്യയായിട്ട് നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച ആളുകളായിരുന്നു. ഇതിൽ ഈ സ്വാർത്ഥ താല്പര്യം, ഇപ്പോൾ മുസ്ലിങ്ങൾ ഇത്തരത്തിൽ ഇടപെട്ടു എന്ന് പറയുമ്പോഴും ചില സ്വാർത്ഥ താല്പര്യർക്ക് ഇന്ത്യ വിഭജനം അവരുടേതായിട്ടുള്ള പേഴ്സണൽ നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു. ഇപ്പോൾ മുഹമ്മദ് അലി ജിന്നയെ പോലത്തെ ആളുകൾ അതിനു വേണ്ടി പോരാടിയിരുന്നു. അവരുടെ ഒരു മോട്ടിവേഷൻ എന്താണ്? അല്ലെങ്കിൽ അവർ ഈ ബ്രിട്ടീഷ് ഇടപെടലുകളിലോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യേക അജണ്ടകളിലോ ട്രാപ്പഡ് ആയിരുന്നു? ഇതിൽ ഇന്ത്യ വിഭജനത്തിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ? വിഭജന അജണ്ട ആദ്യം മുന്നോട്ട് വെക്കുന്നത് മുസ്ലിം ലീഗല്ല, ഹിന്ദു മഹാസഭയാണ്. സവർക്കറാണ് ആദ്യം പറയുന്നത്, രണ്ട് എൻ്റേർലി ഡിഫറൻ്റ് ആയ രണ്ട് സമൂഹം ഒരു രാജ്യത്തൊന്ന് ജീവിക്കുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. അതുകൊണ്ട് തന്നെ ദ്വിരാഷ്ട്രമാണ് ഇന്ത്യക്ക് ഏറ്റവും ഉത്തമമെന്ന് ആദ്യം പറയുന്നത് സവർക്കറാണ്. ഹിന്ദു മഹാസഭയാണ് ആദ്യം പറയുന്നത്. പിന്നീട് ഇത് ശരിക്ക് ജിന്നാര, ഇത് ഒരു അപ്രിയ സത്യമാണ്. ജിന്ന ഒരു ഇസ്ലാമിക നേതാവല്ലല്ലോ, അല്ല, ഒരു മുസ്ലിം വിശ്വാസി പോലും അല്ല, ഷിയാണ്. യാതൊരു വിധത്തിലുള്ള ഇസ്ലാമിനോടുള്ളൊരു ഭയങ്കര കടപ്പാടും ബാധ്യതയും എന്നുള്ളൊരു മനുഷ്യനല്ല ജിന്ന. മറിച്ച് അയാൾ നല്ലൊരു ബുദ്ധിജീവിയ നേതാവാണ്, രാഷ്ട്രീയക്കാരനാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ വീതം വെപ്പിൽ വേണ്ടത്ര പരിഗണന കിട്ടൂല എന്നുള്ളതാണ് ജിന്നയെ സംബന്ധിച്ചിടത്തോളം ദ്വിരാഷ്ട്രവാദത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അല്ലാതെ ഇത്ര നേതാക്കൾക്കിടയിൽ ഒരു പരിധിക്കപ്പുറം ഉയരപ്പെടില്ല, കഴിയില്ല. ഇനിയിപ്പോൾ ഇന്ത്യ ഒന്നാണെന്ന് വിചാരിച്ചോ, നെഹ്റുവിനേക്കാളും മേലെ ഒരിക്കലും ജിന്ന പോവില്ലല്ലോ, അത് പോകാൻ സാധ്യതയില്ല. അപ്പോൾ അതിന് പോലും താഴെ ആയിരിക്കും ചിലപ്പോൾ ജിന്ന, അത് സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ ആ ഒരു സ്വാർത്ഥ താല്പര്യം മാത്രമാണ്, അല്ലാതെ ഇസ്ലാമുമായിട്ടോ മുസ്ലിങ്ങളുമായിട്ടോ മുസ്ലിം താല്പര്യമായിട്ടോ ഒരു ബന്ധവും ഇന്ത്യ വിഭജനത്തിനില്ല. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നേടിക്കൊടുത്ത സാധനമല്ല പാകിസ്ഥാൻ, മറിച്ച് ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ മുസ്ലിങ്ങളോട് ചെയ്ത, അതായത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് ഇന്ത്യ വിഭജനം എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ വിഭജനാജണ്ട ഹിന്ദു മഹാസഭ ഏറ്റെടുത്ത് പിന്നീട് ജിന്നയെ പോലത്തെ സ്വാർത്ഥ താല്പര്യർ അവരുടെ അധികാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിയെടുത്തൊരു വിഭജനമാണെന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തേക്ക് എടുത്താൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ ഒരു പ്രശ്നമാണ് ഉണ്ടാക്കി വെച്ചത്, അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാട് തരത്തിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ അതിനവിടെ കിടക്കുന്നുണ്ട്. ഒരുപാട് തരത്തിൽ മുസ്ലിം അപരവൽക്കരണവും വിദ്വേഷവും വർഗീയതയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരിപ്പോൾ അവസാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ബീഹാറിലടക്കം നമ്മൾ കണ്ടു, അസമിൽ മുന്നേ കണ്ടു, ഈ മുസ്ലിങ്ങളുടെ വോട്ടിനെ, അപ്പോൾ മുസ്ലിങ്ങൾ ഇത്തരത്തിൽ അധികാരത്തെ അല്ലെങ്കിൽ അധികാരിയെ തിരഞ്ഞെടുക്കുന്നതിൽ പങ്കാളികളായാലുണ്ടാകുന്ന അപകടത്തെപ്പറ്റി ആലോചിച്ചിട്ടാവാം മുസ്ലിങ്ങളുടെ വോട്ടുകളെ അത് ദുർബലപ്പെടുത്തുകയോ ഇല്ലാതാക്കുകയോ അതിനെ ഒഴിവാക്കുകയോ വെട്ടിമാറ്റുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ. അതിനെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അതെന്തറിയോ, ഇന്ത്യക്ക് ഒരു ഹിന്ദു രാഷ്ട്രമില്ല, അത് സവർക്കറിൻ്റെ അന്നത്തെ ആഗ്രഹം. ആ ആഗ്രഹം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ സമ്മതത്തോടുകൂടി സംഭവ്യമേ അല്ല. കാരണം ഇന്ത്യയിലെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നവരെയല്ല. പിന്നെ ഇനി രണ്ടാമത്തെ മാർഗം എന്താ? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇവിടെ സവർക്കർ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ രണ്ടാംകിട പൗരന്മാരായിട്ട് ഇവിടെ കൂടുക. ഈ രണ്ടാംകിട പൗരന്മാരാക്കുന്നതിൻ്റെ തുടക്കമാണ് ഈ വോട്ട് നിഷേധം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കാണേണ്ടതിൻ്റെ കഴിഞ്ഞ ജൂലൈ 11 വാഷിങ്ടൺ പോസ്റ്റിൽ ഒരാളുടെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഗുജറാത്തിലുള്ളൊരു മനുഷ്യനെ, മുസ്തഫ കമാൽ എന്നൊട്ടാണ് അയാളുടെ പേര്, അയാളെ രാത്രി 12 മണിക്ക് വന്നിട്ട് പോലീസുകാർ വിളിച്ചുണർത്തുകയാണ്. പോലീസുകാർ വിളിച്ചുണർത്തി കൈ കെട്ടി കണ്ണ് കെട്ടി അയാളെ കൊണ്ടുപോയിട്ട് ഒരു 1.5 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ കടലിൻ്റെ ഇരമ്പലാണ് കേൾക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കണ്ണും കൈയും കെട്ടയക്കാൻ പോവാണ്,
ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു നീന്തിക്കൊള്ളണം. തിരിഞ്ഞു നോക്കി ഞങ്ങൾ വെടിവെക്കും. ഇയാൾ നീന്തി എത്തിയത് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലാണ്. ഗുജറാത്തിൽ കിടന്നുറങ്ങിയ റേഷൻ കാർഡുള്ള, ആധാർ കാർഡുള്ള, വോട്ടേഴ്സ് ഐ ഡി ഉള്ള എല്ലാ രേഖയുള്ള ഒരു മനുഷ്യനെ രാത്രി പിടിച്ചിട്ട് എന്ത് ചെയ്യണം? നാട് കടത്തി. അയാൾ ഇന്ത്യക്കാരനല്ലാതെ. ഇങ്ങനെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ടത് സംഘടിതമായി. ഇപ്പോൾ പറഞ്ഞു 60 ലക്ഷം ആളുകളെ ബീഹാറിലെ. ഈ 60 ലക്ഷം മാത്രമല്ല, ഇനി ഇത് തുടർന്ന് വരാൻ പോകുന്ന 1.5 കോടി മനുഷ്യരുടെ വോട്ട് യു പിയിലില്ലാതാവും. നേർക്ക് നേരെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പൗരന്മാരല്ലാതാക്കുക, ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക, അത് ആര് സമ്മതിച്ചാലും ഇന്ത്യയിലെ ഹിന്ദുക്കൾ സമ്മതിക്കില്ല. കാരണം ഇന്ത്യയിലെ ജനതയുടെ സ്വഭാവത. അതിനുള്ള ഏക പരിഹാരമാണ് പൗരത്വം ഇല്ലാതാക്കുക. ഇപ്പോൾ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്നത് പലപ്പോഴും എന്താണ്, നിസ്സാരമായിട്ട് കാണുകയാണ്. ഇത് ഉദ്ദേശം അതല്ല, മറിച്ച് ഇന്ത്യയിൽ ഇന്ത്യൻ പൗരന്മാരല്ലാതാക്കി മാറ്റണം. ഇന്ത്യയുടെ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ മുസ്ലിങ്ങൾ ഭാഗമാകരുത്. മാത്രമല്ല, നാളെ ഇവർ ഇന്ത്യൻ ഇതുപോലെ പിടിച്ച് കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് പേരില്ല, ഇവിടുത്തെ പൗരനല്ല, ഇയാളെ പിടിച്ച് പുറത്താക്കാൻ എന്താ പ്രശ്നം? ആ ഒരു അജണ്ടയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും വലിയ നടത്താനുള്ള ബാധ്യത എന്ന് പറയുന്നത് ഇവിടുത്തെ സെക്യുലർ ശക്തികളെ പരമാവധി അവരെ ശക്തിപ്പെടുത്തുക, അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുക, അവരുടെ കൂടെ നിൽക്കുക. ഇത് ഇന്നത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മതപരമായ നിർബന്ധമായ ബാധ്യതയാണ്. എങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ പോരാട്ടം ബാധ്യതയാക്കിയെടുത്തത്, അതുപോലെ ഇന്ന് നമ്മൾ നമ്മളുടെ നിർബന്ധമായ ബാധ്യത ഗാലറിയിലിരുന്ന് കളി കാണലല്ല മുസ്ലിങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത്. എങ്ങനെയാണോ സൈനുദ്ദീൻ മഖ്ദൂം ഇവിടെ നിർവഹിച്ചത്, കുഞ്ഞാലിമരക്കാർ എങ്ങനെയാണ് നിർവഹിച്ചത്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാർ എങ്ങനെയാണോ നിർവഹിച്ചത്, അത് നിർവഹിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്നുള്ളത്. അത് പക്ഷെ ഒറ്റക്കല്ല, ഇന്ത്യയിലെ സെക്യുലർ കക്ഷികളുടെ കൂടെ മഹാഭൂരിപക്ഷം വരുന്ന സെക്യുലർ കക്ഷികളുടെ, അതെ, അവരുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭൂരിപക്ഷം സെക്യുലർ ആണ്. അതെ, നീ തട്ടിപ്പൊക്കെ നടത്തിയിട്ടും 36% അപ്പുറത്ത് എന്തില്ല, അവർക്ക് സംഘപരിവാറിന് പിന്തുണയില്ല. അതിന്റെ അർത്ഥം എന്താ? 36 എന്ന് പറഞ്ഞാൽ 64% എതിരാണ്. ആ 36 NDAയിൽ പോലും സെക്യുലർ ആയിട്ടുള്ള ചില പാർട്ടികൾ അധികാരത്തിന് വേണ്ടി മാത്രം അവരെ കൂടി അപ്പുറം ഉൾപ്പെടുത്തിയാൽ പോലും. അതെ, എന്നാൽ പോലും 36 ഉള്ളൂ എന്ന് പറഞ്ഞാൽ 64 ഇന്ത്യൻ ജനതയിലെ 64% ആളുകൾ ഇതിനെതിരാ. ഇത് തന്നെ ഏതാ ഈ 36 എങ്ങനെയാ ഇത്രയും കൊള്ളകൾ നടത്തി? ഈ വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങളിലാണ് തട്ടിപ്പ് നടത്തിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ദൗത്യമായിട്ട് അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചരിത്രത്തെ നമ്മൾ വായിക്കുന്ന സമയത്തും ഓരോ സമയങ്ങളിലും കാലവും നാടും സാഹചര്യവും എന്താണോ ആവശ്യപ്പെടുന്നത്, നീതി എന്താണോ, പടച്ചമ്പരം ഒന്നിലധികം വചനങ്ങളിൽ പറയുന്നുണ്ട്, അല്ലാതെ ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുക, ശുഹദാലില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഇതിൻ്റെ സാക്ഷികളാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് നീതിയുടെ സാക്ഷികളാണ്. ഓരോ സാഹചര്യത്തിലും നീതിയുടെ വിഷയവും നീതിയുടെ ഫോക്കസും മാറിക്കൊണ്ടിരിക്കും. അത് മാറുന്നതിനോടൊപ്പം നമ്മുടെ അജണ്ടകളും മാറണം എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്നവരായി നമ്മൾ മാറണം. ചരിത്രം തിരുത്തുമ്പോൾ ആ ചരിത്രം ആവർത്തിച്ച് പറയുന്നവരായിട്ട് നമ്മൾ മാറണം. സമകാലികമായ സാഹചര്യങ്ങളിൽ അനീതികൾ ചെയ്യുമ്പോൾ അനീതിക്കെതിരെ നീതിക്ക് വേണ്ടി മറ്റുള്ളവരെ സംഘടിപ്പിക്കാനും അതിൻ്റെ മുന്നിൽ നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.